ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഇവിടെ എക്സാമിൻ്റെ ടൈമാണ്, പിന്നെ ചൂടും കൂടിയാണ്. ആകെപ്പാടൊരു സുഖം രാത്രി യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഈ തണുത്ത കാറ്റാട്ടോ. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ രാത്രി ഇങ്ങനെ വന്നിരിക്കും. അതിൻ്റെ ക്ലിപ്സാണ് ഇതൊക്കെ. ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി. പിന്നെ ഒരു റിലാക്സേഷന് വേണ്ടി പടക്കളം മൂവി കണ്ടു. അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറേ ചിരിച്ച്. പിന്നെ കൊശരി കഴിച്ചു. ഇതൊരു ഈജിപ്ഷ്യൻ ഫുഡാട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ്ടായത്. വീട്ടിലെത്തി കുറച്ച് നേരം ഉറങ്ങിയപ്പോഴാണ് വ്ളോഗിൻ്റെ കാര്യം കണ്ട് മറന്നു. എണീറ്റ് കുറേ കട്ടൻ ചായ അടിച്ചു. പിന്നെ റിവൈസ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. ബ്ലീഡിങ് ടെൻഡൻസി ബിക്കോസ് ഓഫ് സിസ്റ്റമിക് ഡിസീസസ് ഹീമോഫീലിയ. രാവിലെ തൊട്ട് ആകുമൊത്തൊരു ഷോക്ക് അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക വിചാരിച്ച് വരുന്ന വഴിയിൽ ഈ ഒരു ബന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ ഫസ്റ്റ് ഇയർ അത്യാവശ്യം കഴിക്കുന്ന ഒരു ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ളൊന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് സാധനം തീരെ പറ്റുന്നില്ല. എനിക്ക് അത്രയും എന്താ പറയുക, മധുരം എൻ്റെ ബോഡി ചെല്ലുന്ന എനിക്ക് പറ്റുന്നില്ല. വേഗം മടുക്കുക. എന്നിട്ട് വല്ല ദോശയോ ചട്നിയൊക്കെ എന്നുള്ളൊരു മനസ്സിൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ വിചാരിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. ഗോയിങ് ടു എക്സാം. എക്സാം ഒക്കെ കഴിഞ്ഞ് ഐ ആം സാഡ്. അപ്പോൾ ഇവിടെ ചാർമിനാറിൽ വന്ന് നോക്കുമ്പോൾ ഷിനാസ്ക്ക് അതിലും വലിയ സാഡ്. അപ്പോൾ ലേശം ഒരു ആശ്വാസമുണ്ട്. എൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് അറിയാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, അതിപ്പോൾ ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഫുഡ് കഴിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. എന്താ അറിയൂല അത്. പിന്നെ എക്സാമിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റിയും ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്ന് ഇതൊക്കെ ഓരോ സംസാരിച്ച് നമ്മൾ നടക്കുന്നതിന് പകരം ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി നേരെ കിടന്നുറങ്ങുക കേട്ടോ ചെയ്തത്. സോ ഗൈസ്, ഇപ്പോൾ ഏതാണ്ട് സമയമല്ലേ, രാത്രി 3 മണിയൊക്കെ കഴിഞ്ഞൊക്കെ. സോ നമ്മുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് തേർഡ് ഇയർ, എൻഡ് ഓഫ് റൗണ്ട് എക്സാം. അപ്പോൾ നമ്മൾ ഭയങ്കര തകൃതിയിൽ വ്ളോഗ് എടുത്ത് വന്നായിരുന്നു. പക്ഷേ എക്സാം എന്താ പറയുക, ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ചില കൺഫ്യൂഷൻസ് വന്ന കാരണം, അതായത് ഒരുവിധം എല്ലാപ്പെട്ട ആൻസറിലും ഈ ഇൻഫ്ലമേറ്ററി, ട്രോമാറ്റിക്, നിയോപ്ലാസ്റ്റിക് സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാനിക്കായി. അങ്ങനെയൊക്കെ ആയിരുന്നു എക്സാമിൻ്റെ കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് വ്ളോഗ് എടുക്കാൻ ഒരു മൂഡൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഫോണൊക്കെ മാറ്റി വെച്ച് ആലപ്പുഴ ജിംഖാന ഇരുന്ന് കണ്ട് വീണ്ടും കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെയൊക്കെ മൂഡ് കൂടി. ഞാൻ നാട്ടിൽ നിന്ന് അത്രയും ആഗ്രഹിച്ച്, അതായത് MBBS ജേർണി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സാധനത്തിന് പകരം വേറെ സാധനം എടുത്തു. അതായത് ലാപ്ടോപ്പ് മേടിച്ചതിന് ശേഷം ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഡെയിലി യൂണിവേഴ്സിറ്റി ഇങ്ങനെ കൊണ്ടുപോകൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നത് സൈഡ് ബാഗിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഷോൾഡർ പെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചൊരു ടാബായിരിക്കും കയ്യിലുള്ള നല്ലതെന്ന്. അങ്ങനെ ഒരിടയ്ക്ക് എടുക്കണം തോന്നി. പിന്നെ ആഗ്രഹം എന്തോ മൈൻഡിൽ നിന്ന് അങ്ങനെ പോയി. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ വീണ്ടും ഒരാഗ്രഹം അങ്ങനെ വന്ന് പൈസയൊക്കെ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അങ്ങനെ അതും പോയി. ആൻഡ് ഇപ്പം ഞാനിങ്ങനെ എന്തോ 3 ദിവസം കൊണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ എനിക്കും കിട്ടി ഫൈനലി iPad Air M3 128 GB വരുന്ന ഒരു ടാബ്ലറ്റ്. എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ. പിന്നെ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടായല്ലോ, പിന്നെ ടാബാണോ ലാപ്പാണോ നല്ലതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് ടാബായിരിക്കും. കാരണം നമുക്ക് കുറേ PDFs ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടുപോകാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ എന്തായിരിക്കും, ടാബായിരിക്കും. എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഉള്ളവർ ടാബ് മേടിക്കണം എന്നല്ല. ടാബ് അങ്ങോട്ട് വരുന്നതിന് മുന്നേ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ടാബ്ലറ്റ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കിപ്പോൾ ഇപ്പോൾ കറക്റ്റ് എണ്ണം പറയുകയാണെങ്കിൽ 6 കുട്ടികൾ. ഇന്നും കൂടി എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അതായത് ഈജിപ്തിലെ MBBS ഭയങ്കര ടഫാണെന്നാണല്ലോ കേൾക്കുന്നത്. ഭയങ്കര കുട്ടികൾ ഫെയിൽ ആവുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ. ഒരു ഏജൻസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ 6 കുട്ടികളും ആ ഏജൻസിയിൽ രജിസ്റ്ററാണ്. അവരെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഈജിപ്തിൽ ഭയങ്കര എന്താ പറയുക, ഈജിപ്തിൽ ഇത്ര ലക്ഷത്തിന് MBBS പഠിക്കുക, വേൾഡ് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക, അങ്ങനെ കുറേ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവരെ പേജിലുണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ജോർജിയയിൽ പോയാൽ മതി, ഈജിപ്ത് എക്സ്പെൻസീവാണ്. ഈജിപ്ത് ഇപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു വർഷം $8,000 USD ആണ് ഫീസ് വരുന്നത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെ എക്സ്പെൻസീവാണ്. പിന്നെ കുട്ടികൾ അത്യാവശ്യം ഫെയിൽ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഫെയിൽ ആവുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത്
പക്ഷേ അത് ഞാൻ അന്നേരം പറഞ്ഞ വോയിസിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഈജിപ്തിൽ ഫെയിൽ ആവുന്നതിന് കുറേ റീസൺസ് ഉണ്ട്. അത് കൈറോ യൂണിവേഴ്സിറ്റിൻ്റെ കേസിൽ തന്നെ നമുക്ക് നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, വി ആർ നോട്ട് ഡൂയിങ് എ നോർമൽ ഡിഗ്രി. അത് ഒന്നാമത്തെ റീസൺ. സെക്കൻഡ് റീസൺ പറയുകയാണെങ്കിൽ കുറേ കാരണങ്ങൾ. ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം ആ ആൾക്ക് പേഴ്സണലി ഇട്ടോ. പിന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ കളിച്ച് നടന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ടൈമിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈജിപ്തിൽ കൈറോ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ തന്നെ റീസെറ്റ് എക്സാംസ് ഉണ്ട്. അതായത് ഇയർ ബാക്ക് ആവുന്നതിന് മുന്നേ ഒരു കുട്ടിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ പാസ്സായത്. എന്താ വെച്ചാൽ ഞാൻ നല്ല വൃത്തിക്ക് കളിച്ചു നടന്നു, ഞാൻ തീരെ സീരിയസ് അല്ലായിരുന്നു. ആ ഒരു റീസൺ കൊണ്ട് എനിക്ക് 4 മൊഡ്യൂൾ റീസെറ്റ് വന്നു. ആ ഒരു റീസെറ്റ് എക്സാമിലാണ് ഞാൻ എഴുതി പാസ്സായത്. സെക്കൻഡ് ഇയർ നോക്കുകയാണെങ്കിൽ 5 മൊഡ്യൂളുണ്ട്. ഈ 3 എണ്ണം പഠിച്ചിട്ട് അത്രയും എഫേർട്ട് ഇട്ട് ബാക്കി 2 എണ്ണം എനിക്ക് മടി വന്നിട്ട് 2 എണ്ണം ഞാൻ ഉഴപ്പിയിട്ട് ഈ 2 സാധനം ഞാൻ പിന്നെ റീസെറ്റ് എക്സാമിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അതാണ് എൻ്റെ സിറ്റുവേഷൻ. ഇങ്ങനെ റീസെറ്റ് എക്സാം വഴി പാസ്സാവുന്ന കുറേ കുട്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതോടെ ഇങ്ങോട്ട് വരുന്ന കുട്ടികളൊന്നും പേടിക്കണ്ട. അത്രയും കളിച്ചിറന്ന് എനിക്ക് പാസ്സാകാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാകാൻ പറ്റും. കാരണം അത്രയും പേര് വേണ്ട മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാങ്ക് സ്പേസ് ആഡ് ചെയ്തത്. വീഡിയോ ഇടുന്നതിനുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പറയാൻ വിചാരിച്ച്. സോ ലെറ്റ്സ് അൺബോക്സ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ആയതുകൊണ്ട് കസ്റ്റംസിൻ്റെ ഒക്കെ സീൻ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെയുള്ള അൺബോക്സിങ് ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞിരിക്കാം. എൻ്റെ അമ്മ അൺബോക്സ് ചെയ്തിട്ടുണ്ടായി അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇവിടുന്ന് ആപ്പിളിൻ്റെ പെൻസിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആണല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ് അത് മേടിക്കണമല്ലോ വെച്ചിട്ട് ആങ്കറിൻ്റെ ഒരു പെൻസിൽ മേടിച്ച് നമുക്കിത് എന്തായാലും ഇതിൻ്റെ മുന്നത്തെ കവറൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് കിട്ടോ. നമുക്കിതെന്തായാലും തുറന്ന് നോക്കാം. ഇതിൽ പെൻസിലും ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു നിബ് കൂടി വരുന്നുണ്ട്. പിന്നെ ഇത് 2 ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. മറ്റേ പ്ലഗ് കുത്തിയിട്ടും ചാർജ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഫൈനലി അൺബോക്സ്. നാട്ടിൽ നിന്ന് ഒരുവിധം അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും എൻ്റെതായ രീതിയിലുള്ള അൺബോക്സിങ് നമുക്ക് എന്തായാലും ചെയ്യാം. ഞാൻ ബ്ലൂ കളറാട്ടോ ചൂസ് ചെയ്തത്, കാരണം എൻ്റെ ഐഫോണ് ബ്ലൂ കളറാണ്. പിന്നെ നാട്ടിൽ തന്നെ സ്ക്രീൻ കാർഡ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായി. ആൻഡ് ദിസ് ഓ മാൻ, ഐപാഡ് എയർ എവിടെ പോയി? അതിവിടെ എഴുത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ചാർജർ കേബിൾ വെക്കല്ലേ, അതുകൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ. യെസ്, ചാർജർ. ഈ സെയിം ചാർജർ തന്നെ എൻ്റെ കയ്യിലുള്ളത്. സോ അത് നമുക്ക് കുറച്ചുകൂടി നാശമായിട്ട് ഇത് നമുക്ക് എടുക്കാം. ഇതാ സെയിം ഐഫോണിൻ്റെ 15 കേബിൾ തന്നെയാണ് നമുക്കിതിൽ വീണ്ടും കിട്ടുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഒരു കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. എനിക്ക് കുറച്ച് ഡാർക്ക് ബ്ലൂ കേസ് വേണമെന്ന്. പക്ഷേ നാട്ടിൽ നിന്ന് ഷോപ്പുകാർ എനിക്കൊരു കേസ് തന്നു. നമുക്ക് എന്തായാലും ഇപ്പം അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സുഖത്തിന് നമുക്ക് കേസിലിട്ടിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര സ്മൂത്തായിട്ട് കയറി. അയ്യോ, ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഭയങ്കര ബോറായിരിക്കും, പക്ഷെ ബ്ലാക്ക് രസമുണ്ട് കേട്ടോ. പക്ഷെ ബ്ലാക്ക് കേസ് എല്ലാവരുടെ കയ്യിലുള്ളതല്ലേ, കുറച്ച് വെറൈറ്റി ആകുമ്പോൾ. യെസ് ഗൈസ്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാ ഈ ഷോ ഇറക്കുന്നതെന്ന്. പക്ഷേ എനിക്കിത് വലിയൊരു സംഭവമാണ്. ഓക്കെ, എനിക്ക് എന്ത് ചെറിയ കാര്യം കിട്ടിയാലും ഞാൻ അതിൽ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. സോ അപ്പോൾ ഇത്രയും നാൾ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിൽ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് കാണിക്കും, യു ഗസ്. ഓക്കെ, പിന്നെ ഞാൻ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കണമല്ലോ. നമുക്ക് ടൈമും ഇല്ലല്ലോ, ഇനി എക്സാമൊക്കെ തുടങ്ങുന്നതിനുകൊണ്ട് ഓവർ ഇതിൽ കളിച്ചിരിക്കേണ്ടെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒക്കെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയും ഉണ്ടാവും. എന്തായാലും നമ്മൾ ഐപാഡ് ഫുള്ള് സെറ്റാക്കി. സമയം ഏതാണ്ട് 5:27 ആയിട്ടോ. യുവർ ലൈഫ് ഈസ് ഗുഡ് ആസ് യുവർ മൈൻഡ് സെറ്റ്. ഓക്കെ, ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. ജൂലൈ 2 തൊട്ടിട്ട് ഫൈനൽ എക്സാംസ് സ്റ്റാർട്ടാവാണ് അങ്ങനെയൊക്കെ. സോ എന്തായാലും ഈ വീഡിയോയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും
ഇനിയും മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.